മമതാ ബാനർജിക്ക് ഇത് മാറ്റത്തിന്റെ കാലമാണ്. അതിന് കാരണമായത് രാമനും മോദിയും എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ജയ് ശ്രീറാം വിളിക്കാൻ ഇതുവരെ മടി കാണിച്ച മമത ജയ് ശ്രീറാമിനോട് താല്പര്യം കാണിക്കുന്നു. ഇതുവരെ രാമനവമിക്ക് അവധി നൽകാത്ത ബംഗാളിൽ ഇതാദ്യമായി രാമനവമിക്ക് അവധി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ രാമനും നരേന്ദ്രമോദിയാൽ വന്ന രാമക്ഷേത്രവും മമതയെ മാത്രമല്ല രാജ്യത്തിലെ പലരെയും മാറ്റുകയാണ്. ബംഗാളിൽ ഇതാദ്യമായി രാമനവമിക്ക് അവധി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ന് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളും സ്കൂളുകളും കോളേജുകളും അടച്ചിടും. ദുർഗാപൂജ, കാളിപൂജ, സരസ്വതി പൂജ എന്നിവ ബംഗാളിൽ വലിയ ഉത്സവങ്ങളായി ആഘോഷിക്കുന്നവയാണ്. മറ്റു പല ആഘോഷങ്ങളിലും പൊതു അവധി ഉണ്ടായിരുന്നുവെങ്കിലും ബംഗാളിൽ രാമനവമിക്ക് ഇതുവരെ അവധി ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ജയ് ശ്രീറാം എന്ന് കേട്ട് മമതാ ബാനർജി ക്ഷുഭിതയാകുന്ന മുഖ്യമന്ത്രിയായിരുന്നു. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ രാമനവമിക്ക് അവധി നൽകിയിരിക്കുകയാണ് മമതാ ബാനർജി. ബംഗാളിൽ BJP തുടർച്ചയായി ശക്തിപ്പെടുന്നതാണ് മമതയുടെ ഈ തീരുമാനത്തിന് പിന്നിലെ കാരണമെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 3 വർഷം മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPയുടെ ലീഡ് ഉയർന്നിരുന്നു. ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യത്തോട് ബാനർജി ഇത്തവണ അതൃപ്തി കാണിക്കാത്തതിന്റെ കാരണം ഇതാണ്. രാമക്ഷേത്രം പണിയുന്നതിലൂടെ BJP മഹത്തായ പ്രവർത്തനമാണ് നടത്തിയത് എന്ന് രാജ്യത്തെ 22% ജനങ്ങളും വിശ്വസിക്കുന്നതായി CSDS സർവേയിൽ വ്യക്തമായിട്ടുണ്ട്. രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാതെ പ്രതിപക്ഷം ചെയ്ത തെറ്റിൽ മമതാ ബാനർജിക്കും പങ്കുണ്ട്. രാമനവമിയിൽ അവധി പ്രഖ്യാപിച്ചാൽ ഇവയ്ക്ക് പരിഹാരമാകുമെന്ന് മമതാ ബാനർജി വിശ്വസിക്കുകയാണ്. BJP പ്രതിരോധിക്കാൻ മമതാ സർക്കാർ രാമനവമിക്ക് അവധി പ്രഖ്യാപിക്കുക മാത്രമല്ല മറ്റു പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. ബംഗാളിൽ ഇപ്പോൾ സർക്കാർ ചെലവിൽ ക്ഷേത്രങ്ങൾ പണിയുകയും നവീകരിക്കുകയും ചെയ്യുന്നു. നവരാത്രി കാലത്തെ പരിപാടികൾക്കായി ദുർഗാ കമ്മിറ്റികൾക്ക് സർക്കാരിൽ നിന്ന് പണവും അനുവദിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ന് രാമനവമി ദിനത്തിൽ രാമജന്മഭൂമിയിൽ നിന്ന് വരുന്ന വിശേഷങ്ങൾ നിരവധിയാണ്. രാമജന്മഭൂമിയെ അലങ്കരിക്കാൻ പൂക്കളെത്തുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന്. തായ്ലൻഡിൽ നിന്നും മലേഷ്യയിൽ നിന്നുമാണ് ഓർക്കിഡുകൾ എത്തുന്നത്. ആന്തൂറിയം, അൽക്കോണിയ എന്നിവയും ഇക്കൂട്ടത്തിലുണ്ട്. കൊൽക്കത്തയിൽ നിന്ന് ട്യൂബ്രോസ് ജമന്തി, ഡൽഹിയിൽ നിന്നും പനിനീർ പൂക്കൾ എന്നിവയും അയോധ്യയിൽ നേരത്തെ എത്തിയിരുന്നു. രാജ്യത്തു നിന്നും വിദേശത്തു നിന്നുമുള്ള പൂക്കൾക്ക് നേരത്തെ തന്നെ ഓർഡർ ചെയ്തിരുന്നതാണ്. 350ഓളം കരകൗശല തൊഴിലാളികൾ രാവും പകലും അലങ്കാര പണികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. സന്ദർശകരെ സ്വീകരിക്കാൻ പൂക്കളുടെ കവാടങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കൊടും ചൂടായതിനാൽ ഇവ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പ്രാണപ്രതിഷ്ഠ വേളയിൽ ക്ഷേത്രം പൂക്കളാൽ അലങ്കരിച്ചത് ഏറെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. അതുപോലെ തന്നെ രാമനവമി നാളിലും അലങ്കാരങ്ങൾ നടക്കുന്നുണ്ട്. ജന്മഭൂമി പാതയും പൂക്കളാൽ അലങ്കരിച്ചു. കഴിഞ്ഞ ദിവസം അയോധ്യയിലെ കുൽദേവി ബാദി ദേവകാളി ക്ഷേത്രത്തിലും ഭക്തരുടെ പ്രവാഹമായിരുന്നു. വനത്തിലേക്ക് പോകുന്നതിന് മുൻപും ലങ്ക കീഴടക്കിയ ശേഷവും അയോധ്യയിലേക്ക് മടങ്ങിയതിനു ശേഷവും രാമൻ കുൽദേവിയെ ഇവിടെ ആരാധിച്ചു എന്നാണ് വിശ്വാസം. സൂര്യവംശിയായ മഹാരാജ രഘുവാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. ഇവിടെ മഹാകാളിയെയും മഹാലക്ഷ്മിയെയും മഹാസരസ്വതിയെയും ഒരേ പീഠത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. രാമനവമി ദിനത്തിൽ രാവിലെ 3:30 തന്നെ ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിച്ചു. ഇന്നു മുതൽ 19-ാം തീയതി വരെ സുഗം ദർശൻ പാസ്, VIP ദർശൻ പാസ്, മംഗള ആരതി പാസ്, ശൃംഗാർ ആരതി പാസ്, ശയന ആരതി പാസ് എന്നിവ അനുവദിക്കില്ലെന്നും സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. രാമനവമി ദിനത്തിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടികളുടെ തത്സമയ സംപ്രേഷണവും ഉണ്ടായിരിക്കും. ശ്രീരാമക്ഷേത്ര ട്രസ്റ്റിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും പരിപാടികളുടെ തത്സമയ സംപ്രേഷണം കാണാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.